കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഒരു ദിവസം പൊതിച്ചോറുണ്ടാക്കി കഴിച്ചാലോ എന്നൊരു കൊതി. അങ്ങനെ ഒരു ദിവസം രാവിലെ ഞാൻ കാപ്പിക്ക് നൂഡിൽസ് ഉണ്ടാക്കി. ഞങ്ങൾ മാത്രം ഉണ്ടായിരുന്നുകൊണ്ട് തലേദിവസം ഞാൻ കുറച്ച് ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെറുപയർ ഉപ്പിട്ട് വേവാൻ വെച്ചു. അതുപോലെ അതിന് വേണ്ടിയിട്ടുള്ള ചുമന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടി എടുത്ത് ക്രഷ് ചെയ്ത് വെച്ചിരുന്നു. പൊതിച്ചോറെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര നൊസ്റ്റാൾജിയാണ് കേട്ടോ. പണ്ട് ഞങ്ങൾ കുരുമുളകൊക്കെ പറിക്കുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും കൂടെ കൂടിയാണ്, പപ്പയും ഞങ്ങളെല്ലാവരും കൂടെ കൂടിയാണ് മുളകൊക്കെ പറിക്കാനായിട്ട് പോകുന്നത്. ആ സമയത്ത് ഞങ്ങൾ പറമ്പിലോട്ട് ഞങ്ങൾ പൊതിച്ചോറൊക്കെ കൊണ്ടുപോകും. എന്നിട്ട് അവിടെ ഇരുന്ന് കഴിക്കും, വർത്തമാനമൊക്കെ പറഞ്ഞ് നല്ല രസമായിരുന്നു കേട്ടോ. ഇപ്പം അതൊന്നും ഇല്ല. എന്നിരുന്നാലും ഒരു കൊതി, പണ്ടത്തെ പോലെ ഒന്ന് പൊതിച്ചോറുണ്ടാക്കി കഴിക്കണം. മീനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ജലദോഷമാണ് കേട്ടോ, എൻ്റെ ശബ്ദം അടഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ മമ്മി പറഞ്ഞു നമുക്കെന്നാൽ ഒരു ദിവസം പൊതിച്ചോറുണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തലേദിവസം തന്നെ ചെറുപയർ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ കോബീസ് ഉണ്ടായിരുന്നു, അത് ഉപ്പ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, മഞ്ഞളിനകത്തൊക്കെ. ഭയങ്കര വിഷമമുള്ളല്ലോ. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു കുഞ്ഞ് പൊതിച്ചോറുണ്ടാക്കി. എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടോളൂ കേട്ടോ. കൂടെ മുട്ട പൊരിച്ചതും ഉണ്ടായിരുന്നു കേട്ടോ. മമ്മിയുടെ വക വാളംപുളി ചേർത്ത് വത്തലമുളക് വറുത്ത ചുമന്നുള്ളിയൊക്കെ ചേർത്ത് ഉപ്പൊക്കെ ചേർത്ത ഒരു അടിപൊളി സൂപ്പർ ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ. ഇല വാടുന്നതിൻ്റെ മണമൊക്കെ ഒരു അടിപൊളി സൂപ്പറാണ് കേട്ടോ. വാടിയ ഇലക്കകത്തോട്ട് ചൂട് ചോറ് പൊതിഞ്ഞ് വെക്കുമ്പോൾ അതിനകത്തെ ആ ചോറിന് ആ ഇലയുടെ വാട്ട ചവ അത് അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണോ അതൊക്കെ? എന്ത് രസമല്ലേ. സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഞങ്ങളിങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്, അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് പോയിട്ടുണ്ട്. കൂട്ടുകാരെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു ഭയങ്കര നല്ലൊരു ഓർമ്മയാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ ഈ പൊതിച്ചോറിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, അതുപോലെ കമൻറ്റ് ചെയ്യണം, നമ്മുടെ ഈ വീഡിയോ ഷെയർ ചെയ്യണം കേട്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ടും കാണുമ്പോഴേക്കും ബൈ. എല്ലാവരും സ്നേഹത്തോടെ സന്തോഷത്തോടെ ഇരിക്കും. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഒത്തിരി ഒത്തിരി സ്നേഹം. ബൈ.